ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ വീണ്ടും എത്തിയിട്ടുണ്ട്. കുറച്ച് മീഷോ പ്രൊഡക്ട്സ് ആയിട്ട് തന്നെയാണ് ഒന്ന് എത്തിയിട്ടുള്ളത്. ഇന്നത്തെ ഫസ്റ്റത്തെ പ്രൊഡക്റ്റ് ഈ ഒരു ഓയിൽ ബോട്ടിലാണ്. ഗ്ലാസിൻ്റെതാണ് മെറ്റീരിയൽ വന്നിട്ട്, മുകളിലുള്ളത് പ്ലാസ്റ്റിക്കും ആണ് കേട്ടോ. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്പ്രേ ബോട്ടിലായിട്ട് യൂസ് ചെയ്യുക, അതായത് ഓയിൽ സ്പ്രേ ചെയ്യുകയും ചെയ്യുക, അതല്ലാതെ സാധാരണ രീതിയിൽ നമുക്കിങ്ങനെ ഒഴിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ സ്പ്രേ ചെയ്യാൻ വേണ്ടി ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്താൽ ഇതിന്റെ ഫ്രണ്ടിലെ ഈ ഒരു ഭാഗത്ത് കൂടെ ഇങ്ങനെ ഓയിൽ ഇങ്ങോട്ട് വന്നോളൂ കേട്ടോ. അപ്പോൾ കുറഞ്ഞ ഓയിലൊക്കെ യൂസ് ചെയ്യാൻ, അതായത് ഷാലോ ഫ്രൈ ചെയ്യാൻ, അതല്ല ഡയറ്റിൽ ഇരിക്കുന്നവർക്കൊക്കെ ഭയങ്കര ഉപകാരമായിരിക്കും സ്പ്രേ ബോട്ടിൽ. പിന്നെ അതാ മെയിൻ ഓപ്പണിങ് ഈ ഒരു ഭാഗത്തുണ്ട്. ഈ ഒരു ഭാഗത്ത് കൂടെ ഇങ്ങനെ ഓയിൽ സാധാ ഒഴിക്കുമ്പോൾ ഒഴിക്കും ചെയ്യാം. അങ്ങനെയുണ്ട് രണ്ട് രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ഓയിൽ ബോട്ടിലാണ്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. സംഭവം നല്ല വെയിറ്റ് ഉള്ള ഗ്ലാസ്സിലാണ് വരുന്നത്. പിന്നെ അതാ ഇതിന്റെ ഓപ്പണിങ് ഇങ്ങനെയാണ് കേട്ടോ. ഇതിന്റെ കൂടെ നമുക്ക് റീഫിൽ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗം ഇങ്ങനെ ഓപ്പൺ ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പൊ നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റ് ആണ്. ഇതിന്റെ പ്രൈസ് 207 രൂപയായിരുന്നു കേട്ടോ മീഷോയില്. അപ്പൊ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിക്കോളുണ്ട് കേട്ടോ. നല്ല പ്രൊഡക്റ്റ് ആണ്. അത്യാവശ്യം ഓയിൽ നമുക്ക് ഇതിൽ കൊള്ളുകയും ചെയ്യും കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 400 ml ഒക്കെ കൊള്ളാൻ മതിയായിരിക്കാം. ആ ഒരു സൈസ് ഉണ്ട് കേട്ടോ. ഇനിയിപ്പോ അടുത്ത പ്രൊഡക്റ്റ് ഇത് പറയുന്നത് അടിപൊളി ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഇതൊരു കടായി ആണ്. ഇതുപോലെ ഒരു ലിഡൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്റ്റീലാണ് ലിഡ്. ഒരുപാട് വെയിറ്റ് ഉള്ള ലിഡ് അല്ല കേട്ടോ, സാധാരണ വെയിറ്റ്ലെസ് ആയിട്ടുള്ള സ്റ്റീലിലുള്ള ഒരു ലിഡാണ്. പിന്നെ ഈ ഒരു കടായിന്റെ കാര്യമാണ് എടുത്ത് പറയുന്നത്. നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഒരു കടായി കേട്ടോ. അലുമിനിയം ആണ് വരുന്നത്, പക്ഷെ ഭയങ്കര വെയിറ്റ്. നമുക്ക് നല്ല വെയിറ്റ് ഉള്ള സ്റ്റീൽ ഉണ്ടാവില്ല, ഈ ഒരു കുക്കറിന്റെ ഒക്കെ ആ ഒരു ടൈപ്പ് വെയിറ്റിലാണ് വരുന്നത്. അലുമിനിയം ആണെങ്കിൽ സ്റ്റീലിന്റെ വെയിറ്റ് ഉണ്ട്. അപ്പൊ നല്ല ക്വാളിറ്റി ഉണ്ടായതുകൊണ്ടാട്ടോ അത്രയും വെയിറ്റ്. പിന്നെ അതാ പുറം ഭാഗമൊക്കെ അതാ ഇങ്ങനെയാണ്. പിന്നെ അതാ നല്ലൊരു ഹാൻഡിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പം ഇട്ട്, ഒരുപാട് വലുപ്പമില്ല, നമുക്ക് അത്യാവശ്യം വേണ്ട കറികളൊക്കെ വെക്കാൻ, അങ്ങനെയുള്ള ഐറ്റംസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കടായി ആണ് കേട്ടോ. കടായി പാനാണ്. എനിക്ക് തോന്നുന്ന ഒരു 2-2.5 ലിറ്റർ ഒക്കെ കപ്പാസിറ്റി ഉണ്ടാവുള്ളൂ, അത്രേ ഉള്ളൂ കേട്ടോ. ഒരുപാട് വലിപ്പമൊന്നുമില്ല, പക്ഷെ എങ്കിൽ നല്ല ക്വാളിറ്റി ഉണ്ട്. അടിപൊളി ക്വാളിറ്റി ഇല്ല വരുന്നത്, വെറുതെ പറയല്ല. നല്ല കട്ടിയുള്ള അലുമിനിയം കേട്ടോ, നല്ല വെയിറ്റ് ഉള്ള. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ഉള്ളതാണെന്ന് നമുക്ക് കയ്യിലെടുത്താലേ അറിയുള്ളൂ കേട്ടോ. ഞാൻ ഫോട്ടോയിൽ കണ്ടപ്പോൾ, മീഷോയിൽ ഫോട്ടോയിൽ കണ്ടപ്പോൾ വിചാരിച്ചു അത്ര ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല വിചാരിച്ചിട്ടോ, ഫോട്ടോ കണ്ടപ്പോൾ. കാരണം ഒരു വെയിറ്റ്ലെസ് ആയാലും അലുമിനിയം ഉണ്ടാവില്ല, അതാ വിചാരിച്ചു. അപ്പൊ അതിന്റെ പ്രൈസ് 494 രൂപയുണ്ട്. ഇനിയിപ്പോ ഇതാ ഈ ഒരു ചീനച്ചട്ടിയും അലുമിനിയത്തിൽ തന്നെയാണ് വരുന്നത്. ഇത് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, വെറുതെ പറയാം. നല്ല വെയിറ്റ് ഉള്ള അലുമിനിയം. ശരിക്കും നമുക്കൊരു ഇൻഡാലിയത്തിന്റെ കാര്യം വെയിറ്റ് ഉണ്ടല്ലോ, അത്രയും വെയിറ്റ് ഉണ്ട്. ഞാൻ അലൂമിനിയത്തിന്റെ ചീനച്ചട്ടി ഇത്രയും വെയിറ്റ് ഉള്ള ചീനച്ചട്ടി ഞാൻ കണ്ടില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ മീഷോയിൽ ആ ഫോട്ടോയിൽ കണ്ടപ്പോൾ ഞാൻ സാധാ ഒരു അലുമിനിയം ചട്ടി ഉണ്ടാവുമല്ലോ, ചീനച്ചട്ടി, അങ്ങനെയാണ് വിചാരിച്ചത്. പക്ഷെ ഇത് അടിപൊളി ക്വാളിറ്റിയിൽ വരുന്ന ഒരു ചട്ടി കേട്ടോ. നല്ല വലിപ്പമുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ അതിന്റെ വലിപ്പം എത്രത്തോളം കാണാൻ കഴിയുന്നുണ്ടെന്നുള്ള മനസ്സിലാവില്ല, പക്ഷെ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ. നമുക്ക് ചിക്കൻ പൊരിക്കാൻ, അങ്ങനെ കുറച്ച് കൂടുതൽ എമൗണ്ട് ചിക്കനൊക്കെ ഇട്ട് പൊരിക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ വരുന്ന ഒരു ചീനച്ചട്ടിയാണ്. പിന്നെ അതാ ഹാൻഡിലും കാര്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഹാൻഡിലിന്റെ തന്നെ ഒരു തിക്നെസ് നിങ്ങൾ കണ്ടോ, അതുപോലെ തന്നെ തിക്കായിട്ടുള്ള ഒരു അലുമിനിയത്തിലാണ് ചീനച്ചട്ടിയും വരുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ പ്രൈസ് 422 രൂപയായിരുന്നു കേട്ടോ മീഷോയില്. പ്രൈസ് പിന്നെ കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും കേട്ടോ. ചിലപ്പോൾ ഞാൻ പറയുന്ന പ്രൈസിനെക്കാട്ടിയും ഒന്നുകൂടി കുറഞ്ഞിട്ടായിരിക്കും നിങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നുകൂടി കൂടിയിട്ടായിരിക്കും, ചിലപ്പോൾ സെയിം പ്രൈസിലായിരിക്കും. എന്തായാലും നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ അടിപൊളി പ്രൊഡക്റ്റ് ആണ്, വാങ്ങിച്ചാൽ എന്താ നഷ്ടം വരൂല കേട്ടോ. ഇനിയിപ്പം എന്താ പറയാ, വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് ലൈക്ക് ചെയ്യാന്, പക്ഷെ നിങ്ങൾ മറന്നു പോകാറുണ്ട്. അപ്പൊ മറന്നു പോകാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇനിയിപ്പോ അടുത്ത പ്രൊഡക്റ്റ് ഈ ഒരു പ്ലേറ്റ് ഹോൾഡർ ആണ് കേട്ടോ. ഇതും അടിപൊളി ക്വാളിറ്റി വരുന്ന ഒരു പ്ലേറ്റ് ഹോൾഡർ കേട്ടോ. മീഷോന്ന് ഇതിന്റെ മുന്നേ ഞാൻ 2 തവണ പ്ലേറ്റ് ഹോൾഡർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും ക്വാളിറ്റി ഇല്ലായിരുന്നു കേട്ടോ. അതിന് കാരണം എന്താ, ഇതിന്റെ ഈ ഒരു ഭാഗമൊക്കെ കണ്ടോ, ഇങ്ങനെ ഒരു സംഭവമൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, നല്ല തിക്കായിട്ട് പ്ലാസ്റ്റിക്കില്. അപ്പൊ നല്ലൊരു വൃത്തിയുണ്ട് കാണാൻ. നമ്മൾ ഇതിൽ പ്ലേറ്റ് ഒക്കെ വെച്ചാലും നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഇതിൽ ഓരോ പ്ലേറ്റ് ആയിട്ട് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ 12 പ്ലേറ്റ് വെക്കാം കേട്ടോ. അപ്പൊ അത്രയും സ്പേസ് ഉണ്ട്. പക്ഷെങ്കിൽ നമുക്ക് ഇതിന്റെ ഓരോന്നിൻ്റെ ഉള്ളിൽ ഒരു 3-4 പ്ലേറ്റ് വരെ വെക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നല്ല വേർത്തുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റീലാണ് വരുന്നത്. ആ സ്റ്റീൽ പ്ലാസ്റ്റിക്കും കൂടി കൊടുത്തപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റിയിലാട്ടോ വരുന്നത്. അപ്പൊ ഇതിന്റെ പ്രൈസ് 301 രൂപയാണ് കേട്ടോ മീഷോയിൽ ഇപ്പോഴത്തെ പ്രൈസ്. അപ്പം ആ ഒരു ഇപ്പോഴത്തെ പ്രൈസ് എന്നല്ല, ഞാൻ വാങ്ങിച്ചപ്പോഴുള്ള പ്രൈസ് കേട്ടോ. ഇനിയിപ്പോ അതാ അടുത്ത പ്രൊഡക്റ്റ് ഈ ഒരു സ്റ്റീലിന്റെ ചെമ്പാണ്. ഇതും നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഈ ഒരു ലിഡും കൊടുത്തിട്ടുണ്ട്. ഇതും സ്റ്റീൽ തന്നെയാണ് വരുന്നത്, അത്യാവശ്യം ക്വാളിറ്റിയിൽ തന്നെയാണ് ലിഡും വരുന്നത്. ചെമ്പാണെങ്കിലും, ചെമ്പ് തന്നെയല്ല നിങ്ങളുടെ നാട്ടിൽ പറയാ ഇതിന്, ഈ ഒരു സംഭവത്തിന് എന്താ പറയാ,
കലംന്നോ എന്തായാലും നമ്മൾ അതൊക്കെ പറയാ സ്റ്റീലിന്റെ ചെമ്പ് കേട്ടോ. അപ്പൊ അങ്ങനെതാ അത്യാവശ്യം ഒരു വലിപ്പത്തിൽ വരുന്ന ഒരു ചെമ്പാണ്. പിന്നെ നമുക്ക് ഒരു ചെറിയ ഫാമിലിക്ക്, അതായത് ഒരു 4 ആളടങ്ങുന്ന ഒരു ഫാമിലിക്കൊക്കെ ഒരു നേരത്തെ ചോറ് വെക്കാനൊക്കെ പാകത്തിന് വലിപ്പമുള്ള ഒരു ചെമ്പാണ് കേട്ടോ. പിന്നെ അതെല്ലാം നമുക്ക് പാല് വെച്ചാന്, വെള്ളം തിളപ്പിക്കാന്, അങ്ങനെ നമ്മളെ ആവശ്യമുള്ള യൂസേജിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ വരുന്ന സ്റ്റീലിന്റെ ചെമ്പാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല വെയിറ്റ് ഉള്ള സ്റ്റീലിലാണ് കേട്ടോ വരുന്നത്. 319 രൂപയായിരുന്നു കേട്ടോ ഈ ഒരു ചെമ്പിന് ഞാൻ മീഷോയിൽ വാങ്ങിച്ച സമയത്ത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതിക്കോട്ടെ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യാനും, ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പൊ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അസ്സലാമു